ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം കുറേ ദിവസമായില്ല നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട്. നോമ്പായത് കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ കുറേ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഹൂപ്പാട്ട് മേക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഹൂപ്പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അറബിക് കാലിഗ്രാഫി എംബ്രോയ്ഡറിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി രണ്ടും കൂടെ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെറിയ റിങ്ങാണ് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ ചെറിയൊരു ഹൂപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാറ്റേണൊക്കെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഒരു റെഫറൻസ് എടുത്ത് അത് ഫ്രീ ഹാൻഡായിട്ട് പേപ്പറിലോട്ട് വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അറബിക് കാലിഗ്രാഫി ഗൂഗിളിൽ PNG എടുത്തിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ട്രേസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ക്ലോത്തിലോട്ട് വരച്ചെടുക്കണം. എങ്ങനെയാണ് ക്ലോത്തിലോട്ട് പാറ്റേൺ ട്രേസ് ചെയ്യുന്നതെന്ന് പലരും ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് എങ്ങനെയാണ് ട്രേസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ട്രേസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാറ്റേൺ ഒന്നുകൂടെ ഡാർക്കാക്കി വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം പെൻസിൽ കൊണ്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നുകൂടെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഒന്നുകൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് റിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മുകളിലെ ഇന്നറുണ്ട്, മുകളിലെ റിങ് ഉണ്ടല്ലോ, മുകളിലെ റിങ് താഴെ വശവും താഴെ വരുന്ന റിങ് മുകൾ വശമായിട്ട് വെച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഫ്രണ്ട് ഭാഗം വരുന്ന റിങ് ഉണ്ടല്ലോ അത് താഴെ വെച്ച് കൊടുക്കുക. അതിന് മേലെ ക്ലോത്ത് വെക്കുക. ശേഷം നമ്മളെ അടിഭാഗത്ത് വരുന്ന ആ ഒരു കുഞ്ഞ് റിങ് ഉണ്ടല്ലോ അത് മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. തുണി നല്ലതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും ലൂസായി കിടക്കാൻ പാടില്ല. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തട്ടുന്ന സമയത്ത് ഒരു സൗണ്ട് വരുന്ന രീതിക്ക് അത്രയും ടൈറ്റായിട്ട് വേണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുണിയുടെ നല്ല വശം അടിയിൽ വരുന്ന ഭാഗത്തായിട്ട് വേണം നമ്മൾ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ക്ലോത്ത് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാത്ത സമയത്ത് നമ്മൾ ക്ലോത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വരക്കാൻ നിൽക്കുവാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് മറ്റൊരു ക്ലോത്ത് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പോപ്ലിൻ ക്ലോത്താണ്. അത് നല്ല തിന്നായിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ടൈം ത്രെഡൊക്കെ പുറത്ത് തെളിഞ്ഞ് കാണും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ലൈനിങ് എന്ന രൂപത്തിൽ 2 ക്ലോത്തായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന തുണി കുറച്ചുകൂടെ കട്ടിയുള്ളതാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒറ്റ പീസായിട്ട് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു മെത്തേഡിലാണ് ചെയ്യൽ. ഇനിയിപ്പോൾ കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ കൂടിയും ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ത്രെഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്ലോത്ത് കീറി വരാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ക്ലോത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണോ അതന്നെ ഫോളോ ചെയ്യുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാ സ്റ്റാൻഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡ് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഏകദേശം 2-3 വർഷമായി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ സ്റ്റാൻഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനിതാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം തന്നെ ഹാഫ് മൂണാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആങ്കർ ത്രെഡാണ്. ഷെയ്ഡിൻ്റെ കോഡ് ഞാനിവിടെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിൽ കൂടെ ത്രെഡ് ഇട്ട് ഒന്ന് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് ആ ഒരു മൂണിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു ബാക്ക് സ്റ്റിച്ച് മാത്രമാവുമ്പോൾ ഓരോ സ്റ്റിച്ചും ക്രമം തെറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരേ രീതിയിൽ തന്നെ വരണമെന്നില്ല, ഒരേ ഷേപ്പിൽ വരണമെന്നില്ല. ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്രമം തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതും കൂടെ ഈ ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ ആ ഒരു മൂണ് നമുക്ക് കിട്ടും.
അപ്പം ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയിം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ കംപ്ലീറ്റ് 3 നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു ഹാഫ് മൂൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 2 സൈസിലുള്ള ലീഫ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം വലിയ സൈസിലുള്ള ലീഫാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ത്രെഡ് 3 സ്ട്രാൻഡായിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 3 സ്ട്രാൻഡായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള നല്ല ഷേപ്പിൽ വരുന്നൊരു ലീഫാണ്. അപ്പോൾ അത് ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നല്ല അതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം 3 സ്ട്രാൻഡായിട്ട് തന്നെ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ ഫുൾ സ്ട്രാൻഡായിട്ട് 6 സ്ട്രാൻഡ്സിൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അത്രയും ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 സ്ട്രാൻഡ്സ് ആയിട്ട് ഈ ഒരു ലീഫ് വീഡിയോയിൽ കാണിച്ചതുപോലെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലീഫിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. വളരെ ശ്രദ്ധിച്ചിട്ട് ആ ഒരു സെൻറ്ററിൽ വരുന്ന ലൈൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ആ ഒരു ലീഫ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി വരുന്ന ആ ഒരു വലിയ സൈസിലുള്ള ലീഫ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുഞ്ഞു ലീഫ് നമ്മൾ ഈ ഒരു മെത്തേഡിലല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അത് വേറെ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടും 2 ടൈപ്പ് ലീഫാണ്. അത് അതിൻ്റേതായ ആ ഒരു ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പെർഫെക്റ്റ് ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് രണ്ടാമത്തെ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേറെ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും 2 കളർ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഒരേ സെയിം കളർ തന്നെ ത്രെഡ് തന്നെ യൂസ് ചെയ്യുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കളർ കോംബോ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും. പക്ഷേ ഇവിടെ വളരെ കുഞ്ഞ് ലീഫായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഫ്ലവറും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാനിവിടെ ഷൂട്ട് ചെയ്ത സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ വരെ ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിലുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ഡിലീറ്റ് ആയിപ്പോയി. അതെങ്ങനെയാണ് ഡിലീറ്റ് ആയി പോയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ ശ്രമിച്ച് അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. അതിൻ്റെ മെയിൻ പാർട്ട് തന്നെ ഡിലീറ്റ് ആയി പോയത് കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര മടിയായിരുന്നു. ഇടണ്ടാന്ന് വരെ കരുതിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. പിന്നെയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ള വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് മനസ്സ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഉള്ള ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്ട് തന്നെ ഡിലീറ്റ് ആയി പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സോറി പറയുന്നു. ആ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഡിലീറ്റ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമ്മളെ നോർമൽ സ്റ്റിച്ച് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് തന്നെയാണ് ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒരു വീഡിയോ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. എങ്ങനെയാണ് മിസ്സായി പോയെന്ന് അറിയില്ല. കുറേ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കേട്ടോ, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഫ്ലവർ ഇവിടെ 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു കാലിഗ്രാഫി ചെയ്തെടുക്കാം. അറബിക് കാലിഗ്രാഫി ഇത് മുബാറക്ക് എഴുതിയിട്ടുള്ളത് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയിം സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ അതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നെയിം സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണാം.
ഇനി ലാസ്റ്റായിട്ട് ഇതാ നമുക്ക് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു ബീഡോ സ്റ്റോണോ എന്താണോ കയ്യിലുള്ളത് അതും കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്നത് നമ്മുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് പാർട്ടാണ്. കൂടുതൽ ആൾക്കാർക്കും ഉള്ള ഡൗട്ടാണ് ഈ ഒരു ഹൂപ്പാട്ടിൻ്റെ ബാക്ക് വശം എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ക് വശം എങ്ങനെയാണ് കവർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു എന്താ പറയുക, കമൻറ്റിലൂടെ ആയാലും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടായാലും ഒക്കെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും കമൻസ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പാട്ട്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്ക് വശം എക്സ്ട്രാ വന്നിട്ടുള്ള ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതുപോലെ എക്സ്ട്രാ വന്നിട്ടുള്ള ക്ലോത്ത് റൗണ്ട് ഷേപ്പായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ നൂലും സൂചിയും വെച്ചിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു രീതിക്ക് ടൈറ്റായിട്ട് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഇതുപോലെ ബാക്ക് വശത്തോട്ട് ഒന്ന് കെട്ടി വെക്കാം. ഇനി നമുക്ക് ആ ഒരു പോർഷനും കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് കട്ടിയുള്ള കാർഡ്ബോർഡ് ഷീറ്റോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കട്ടിയുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അതോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യാം. ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കിംഗ് ഷീറ്റ് ഉണ്ട്, തടിച്ച കാർഡ്ബോർഡ് ടൈപ്പ് വരുന്നതാണ്. അത് നമ്മൾ എത്ര വലിച്ച് കീറിയാലും കീറാൻ പറ്റില്ല, ആ ഒരു ടൈപ്പ് ഷീറ്റാണ്. അതെന്തായാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് വെച്ചിട്ടാണ് കവർ ചെയ്ത് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എനിക്കിത് കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഷീറ്റോ കാർഡ്ബോർഡോ എന്താണെന്ന് വെച്ചാൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു ഷീറ്റ് നമ്മളെടുത്തിട്ടുള്ള ഹൂപ്പിൻ്റെ കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല. എൻ്റെ കയ്യിലിപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ഇല്ല, സ്റ്റോക്കില്ല. അതുകൊണ്ടാണ് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ടും ഒട്ടിക്കാം നമുക്ക്, പക്ഷേ കുറച്ചുകൂടെ ടൈം എടുക്കും സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഗ്ലൂ ഗണ്ണാകുമ്പം എളുപ്പം കഴിയുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഒട്ടിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈദിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹൂപ്പാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈദിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായാലും അല്ലെങ്കിൽ ഹോം ഡെക്കറായിട്ട് ചെയ്യാനൊക്കെ ഒരു അടിപൊളി ഐഡിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും, ബൈ.